നമുക്കിനി 10th ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടോ? ഈ എല്ലാം പ്രൂഫ് ആയതുകൊണ്ട്. അപ്പോൾ ഈ ഒരു പ്രൂഫും കൂടെ ഉള്ളൂ, ഇതും കൂടെ പ്രൂവ് ചെയ്യാനുള്ളൂ. ശ്രദ്ധിക്കുക. പ്രൂവ് ദാറ്റ് ഇഫ് ഓൾ സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ, then each diagonal is the perpendicular bisector of the other. ഒരു സാമാന്തരികത്തിന്റെ എല്ലാ വശങ്ങളും തുല്യമായാൽ അവയുടെ വികർണങ്ങൾ പരസ്പരം ലംബ സമഭാജികളാണ് എന്ന് തെളിയിക്കാം. In parallelogram ABCD, AB equal to BC equal to CD equal to DA. To prove AC and BD are perpendicular bisectors. അപ്പോ പാരലോഗ്രാം എ ബി സി ഡിയിൽ ഓൾ സൈഡ്സ് ഈക്വൽ എന്ന് പറഞ്ഞാൽ എ ബിയും ബി സിയും സി ഡിയും ഡി എയും ഈക്വല്. തെളിയിക്കേണ്ടത് എ സി പെർപെൻഡിക്കുലർ ബി ഡി എന്നാണ് തെളിയിക്കേണ്ടത്. Prove that if all sides of a parallelogram are equal, then each diagonal is the perpendicular bisector of the other. Okay. ഞാൻ എഴുതുന്നു. In triangle AOB and AOD, triangle AOD, ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിൾ AB equal to AD given. AO equal to AO common. BO equal to DO. Diagonals of parallelogram bisect each other. പാരലോഗ്രാമിന്റെ ഡയഗണല് ബൈസെക്ട് ഈച്ച് അതർ എന്ന് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് എഴുതിയാൽ മതി. BO ഈക്വൽ ടു DO. ട്രയാങ്കിൾ AOB equal triangle AOD. അപ്പം സെക്കൻഡ് ഈ സൈഡ് ഈക്വൽ ആയി. സെക്കൻഡ് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് എടുത്തു. തേർഡ് അപ്പം യെസ് റൂൾ. അപ്പോ ട്രയാങ്കിൾ AOBയും ട്രയാങ്കിൾ AOD എന്തായി? ഈക്വൽ ആയി. Therefore, angle AOB equal to angle AOD. Angle AOBയും angle AODയും ഈക്വൽ. ഇനി അടുത്തൊരു കാര്യം, ആംഗിൾ AOB പ്ലസ് ആംഗിൾ AOD ഈക്വൽ ടു 180 ഡിഗ്രി. linear pace. So angle AOB equal to angle AOD equal to 180 by 2, 90 degree. അപ്പം എന്തായി? ഡയഗണല് ബൈസെക്ട് ചെയ്യും. ഇത് രണ്ടും എന്തായി? 90 ആയി. അപ്പം
അപ്പൊ ഇനി എന്തെഴുതാം? Therefore, AO perpendicular BD. AO perpendicular BD. ഇത് നമുക്ക് എന്തെന്ന് എഴുതാം? AO മാറ്റി എന്താക്കാം? AC perpendicular BD. പാരലോഗ്രാം ആയതുകൊണ്ട് ഡയഗണൽ ഓഫ് പാരലോഗ്രാം ബൈസെക്ട് ഈച്ച് അതർ എന്നുള്ള പ്രൂഫ് നമുക്ക് എഴുതാം. ഇനി നമുക്ക് എന്തും കൂടെ ചെയ്താൽ മതി, അത് പെർപെൻഡിക്കുലർ ആണെന്നും കൂടെ പറഞ്ഞാൽ മതി. പെർപെൻഡിക്കുലർ ആണെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായി? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയി. ഇത്രയേ ഉള്ളൂ. ഒരിക്കൽ കൂടെ ഇവിടെ പാരലോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം കുട്ടികളെ. Diagonals of a rhombus bisect each other. റോംബസിന്റെ ഡയഗണലുകൾ ബൈസെക്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാലും ഇത് തന്നെയാണ് പ്രൂഫ്. ഇവിടെ പാരലോഗ്രാമിന്റെ ഓൾ സൈഡ്സ് ഈക്വൽ ആയാലും അതെന്തായി? റോംബസ് ആയി. പാരലോഗ്രാമിന്റെ ഓൾ സൈഡ്സ് ഈക്വൽ ആയി എന്തായി? റോംബസ് ആയി. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയും പറയാം. ടു പ്രൂവ് ഡയഗണൽസ് ഓഫ് എ റോംബസ് are perpendicular bisectors. അപ്പം ഇൻ പാരലോഗ്രാം ABCD ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ടു പ്രൂവ് AC ആൻഡ് BD ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. അപ്പം AOയും BOയും DOയും ഈക്വൽ ആയി. അത് എഴുതിയ റീസൺ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഡയഗണൽസ് ഓഫ് പാരലോഗ്രാം ബൈസെക്ട് ഈച്ച് അതർ. അപ്പം ഡയഗണൽ ബൈസെക്ട് ചെയ്യുന്ന നമുക്ക് നേരത്തെ ഓൾറെഡി അറിയാം. ഇനി അത് പെർപെൻഡിക്കുലർ ആണെന്നും കൂടെ പറഞ്ഞാൽ ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് 2 ഫിഗറുകളാണ്. ആ 2 ഫിഗറുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അത് നിങ്ങൾ വർക്കായിട്ട് ചെയ്യണം. എല്ലാവരും ആ 2 ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കി ആ 2 ഫിഗറും ഒന്ന് നോട്ട്ബുക്കിൽ വരയ്ക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് ഫിഗർ ഇതാണ്. ഈ ആംഗിള് 50 ഡിഗ്രി, ഈ ആംഗിള് 50 ഡിഗ്രി. കമ്പ്യൂട്ട് ആംഗിൾ CAB എന്നാണ് പറയുന്നത്. അപ്പോ ആംഗിൾ AOC പ്ലസ് ആംഗിൾ BOC 180 ഡിഗ്രി ലീനിയർ പേസ്. ഈ ആംഗിളും കൂടെ കൂട്ടിയാൽ 150. രേഖീയ ജോഡി, ലീനിയർ പേസ്. അപ്പം ആംഗിൾ AOC ഈക്വൽ ടു 180 മൈനസ് 50 130. അപ്പൊ ഈ ആംഗിൾ നമുക്ക് എത്രയെന്ന് കിട്ടി? 130 എന്ന് കിട്ടി. ആംഗിൾ OAC ഈക്വൽ ടു ആംഗിൾ OCA ബ്രാക്കറ്റിൽ OA ഈക്വൽ ടു OC. ഈ സൈഡ് ഈക്വൽ ആണ്, റേഡിയസ്. Therefore ഈ ആംഗിളും എന്താണ്? ഈക്വൽ ആണ്. ഈ ആംഗിളും എന്താണ്? ഈക്വൽ ആണ്. അപ്പോ എന്ത് ചെയ്താൽ മതി? ഈ ആംഗിൾ കൂടി എന്ത് ചെയ്താൽ മതി? 180 130 സബ്ട്രാക്ട് ചെയ്തിട്ട് ആ ആംഗിൾ OAC ഈക്വൽ ടു ആംഗിൾ OCA ഈക്വൽ ടു 180 മൈനസ് 130 by 2 50 by 2 25 ഡിഗ്രി. അപ്പൊ ഇത് 25 ഡിഗ്രി, ഇത് 25.
അപ്പോ ഈ ആംഗിൾ 50, ഈ ആംഗിൾ 25. എന്താ ഈ ആംഗിൾ 50, ഈ ആംഗിൾ 25. ഇത് 50, ഇത് 25. 50 25 തമ്മിൽ വന്ന് എന്താ? 50യുടെ ഹാഫ് ആണ് 25. അപ്പം ഈ ആംഗിളും ഈ ആംഗിളും തമ്മിലുള്ള റിലേഷൻ, ഈ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ഈ ആംഗിൾ. നിങ്ങൾ അതിൽ സബ് ക്വസ്റ്റ്യൻ 2 കൊടുത്തിട്ടുണ്ട്. ഡ്രോ അനദർ ഫിഗർ ലൈക്ക് ദിസ് വിത്ത് എ ഡിഫറെന്റ് നമ്പർ ഫോർ ദി സൈഡ്സ് ഓഫ് ആംഗിൾ COB, കാൽക്കുലേറ്റ് CAB. ഈ ആംഗിൾ നിങ്ങൾ 50 മാറ്റി വേറെ ഏതെങ്കിലും വരച്ചിട്ട് ഇവിടുത്തെ ആംഗിൾ മെഷർ ചെയ്ത് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ 1-2 എണ്ണം ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോകുന്നു. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. അപ്പോൾ ശ്രദ്ധിക്കുക. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ഒരു സർക്കിള് തന്നെ O, സെന്റർ O, ഡിഗ്രി ക്വസ്റ്റ്യൻ ഇതാണ്. കമ്പ്യൂട്ട് ആംഗിൾ ACB. ACB കമ്പ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. ഇത് 50 ആയതുകൊണ്ട് നേരത്തെ ചെയ്തു, സ്റ്റെപ്പ് ചെയ്ത് വെച്ച് ചെയ്താൽ ഇത് എത്ര കിട്ടും നിങ്ങൾക്ക്? 25 25 കിട്ടുമല്ലോ. എങ്ങനെ? ഇത് നേരത്തെ ചെയ്ത് വെച്ച് 180 മൈനസ് 50 130. അപ്പോൾ ഇത് 130 ആയി. അടുത്തത് നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. അത് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ. ഇനി അടുത്തത് ഇൻ ട്രയാങ്കിൾ OBC ആംഗിൾ OBC ഈക്വൽ ടു ആംഗിൾ OCB. എന്താ കാരണം? OB ഈക്വൽ ടു OC. ഈ OBയും ഈ OC ഈക്വൽ ആണ്. അപ്പൊ ഇതെന്തായി? ഐസോസിലസ് ട്രയാങ്കിൾ ആയി. ഈ സൈഡ് ഈക്വൽ ആയാൽ ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയി. അപ്പം ആംഗിൾ OBC ഈക്വൽ ടു ആംഗിൾ OCB ഈക്വൽ ടു 180 മൈനസ് 50 by 2. 130 by 2 65. 65. ആംഗിൾ ACB എന്ന് പറയുന്നത് ഇത് 65 എന്ന് കിട്ടി. ആംഗിൾ ACB എന്ന് പറയുന്നത് ഈ ആംഗിളും കൂടെ ആഡ് ചെയ്യുന്നതാണ്. ഈക്വൽ ടു 25 പ്ലസ് 65 9. അപ്പൊ ഈ ആംഗിൾ മൊത്തത്തിൽ എത്രയെന്ന് കിട്ടി നമുക്ക്? 90 എന്ന് പറയും. ഇതെന്താ? സെന്റർ. ഇതെന്താ? ഡയമീറ്റർ. അപ്പൊ ഇതെന്തായി? അപ്പം ഇത് ഡയമീറ്റർ ആണ് കുട്ടികളെ. അപ്പൊ അതുകൊണ്ട് ഇതെന്തായി? സെമി സർക്കിളായി. അപ്പൊ ഇത് എന്താണ്? സെമി സർക്കിളിലെ ആംഗിൾ ആണ്. നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു വയ്ക്കുക. അടുത്ത വർഷം നിങ്ങൾക്ക് പഠിക്കാനുണ്ടെങ്കിലും നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു വയ്ക്കുക. സെമി സർക്കിളിലെ ആംഗിൾ 90 ഡിഗ്രി. ഒരു സർക്കിൾ വരച്ചു, അതിലൊരു ഡയമീറ്റർ വരച്ചു. ഒരു ഡയമീറ്റർ വരച്ചിട്ട് നിങ്ങൾ എവിടെ വേണമെങ്കിലും ഇതേപോലെ ആംഗിൾ വരച്ചു നോക്കൂ. ആ ആംഗിള് 90. അപ്പം 90 കിട്ടും. ഇതാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ. ഇത് നിങ്ങൾ ചെയ്യണം. ഇനി ഇതേപോലെ ഈ 50 മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഒരു ആംഗിൾ നിങ്ങൾ ഇവിടെ കൊടുക്കുക. ഒരു 70 കൊടുക്കുക. 70 കൊടുത്ത് ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ ആംഗിൾ എത്ര കിട്ടുമെന്ന് നോക്കുക. എന്നിട്ട് അതിന്റെ കൺക്ലൂഷൻ എഴുതുക. ഇനി അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു ചെറിയ തിരുത്തുണ്ട്. ഇനി 2 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഹൗ മെനി ഡിഫറെന്റ് ഐസോസലസ് ട്രയാങ്കിൾ ക്യാൻ ബി ഡ്രോൺ വിത്ത് വൺ ആംഗിൾ 50 ഡിഗ്രി, വൺ സൈഡ് 7 സെന്റിമീറ്റേഴ്സ്?
അപ്പം വൺ ആംഗിൾ, അപ്പൊ ഐസോസലസ് ട്രയാംഗിൾ, വൺ ആംഗിൾ രണ്ടെണ്ണം ഞാൻ വരയ്ക്കുന്നു. നോക്കിക്കോളൂ, എ ബി സി പി ക്യു ആർ. വൺ ആംഗിൾ 50 ഡിഗ്രി, ഇത് 50, ഇത് 7 സെന്റിമീറ്റർ. ഇവിടെ എന്ത് വരയ്ക്കാം നമുക്ക്? 50, 50 പ്ലസ് 50 100. അപ്പം ആംഗിൾ എ ഈക്വൽ ടു 180 മൈനസ് 100 8. അപ്പൊ ഇനി ഇവിടെ 50, ഇവിടെ 50. ഈ സൈഡ് 7 വന്നു. ഇനി ഈ സൈഡ് 7, ഈ സൈഡ് 7. അപ്പൊ എന്ത് ചെയ്യാം? നിങ്ങൾ ഒരു 7 സെന്റിമീറ്റർ വരയ്ക്കുക, 50 ഡിഗ്രി എടുക്കുക, ഇങ്ങോട്ടും എന്ത് ചെയ്യുക? 7 സെന്റിമീറ്റർ. അപ്പം ഇത് രണ്ട് 7, ഇത് മെഷർ ചെയ്യുക. അപ്പം ഇവിടെ എന്ത് വരും? ഇത് 50, ബാലൻസ് 130, 65, 65. എത്ര ട്രയാങ്കിൾ വരയ്ക്കാം? 2 ട്രയാങ്കിൾ ഇതേപോലെ വരയ്ക്കാൻ പറ്റും. അത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഇനി അതിലൊരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ റഫായിട്ട് പറയുന്നതാണ്, നിങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും എന്നുള്ളതുകൊണ്ടാണ് കൂടുതലായിട്ട് അത് വിശദീകരിക്കാത്തത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്രോ ട്രയാങ്കിൾ എ ബി സി, എ ബി 7 സെന്റിമീറ്റർ, എ ബി 7 സെന്റിമീറ്റർ, ആംഗിൾ എ 67.5, ആംഗിൾ ബി 50. എന്നിട്ടൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, വിത്തൗട്ട് യൂസിങ് എ പ്രൊട്രാക്ടർ. പ്രൊട്രാക്ടർ ഉപയോഗിക്കാൻ പാടില്ല, കാര്യം കുഴഞ്ഞ്. അപ്പം പ്രൊട്രാക്ടർ ഇല്ലാതെ ആംഗിള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. 67.5, 67.5 എത്ര? $135. അപ്പം ആംഗിൾ എ ഇവിടെ 67.5 കിട്ടും. അപ്പം ഞാൻ ആലോചിച്ച് നോക്കി, ഈ 2 പ്രൊട്രാക്ടർ എടുത്തു. ഈ പ്രൊട്രാക്ടറിന്റെ പ്രൊട്രാക്ടർ അല്ല, ഈ 2 സെറ്റ് സ്ക്വയർ ഞാൻ എടുത്തു. ഈ സെറ്റ് സ്ക്വയറിന്റെ ആംഗിൾ അറിയാമോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഇത് 90 ആണ്, ഇത് 45, 45. ഇതിൻ്റെയോ? ഇത് 90, ഇത് 60, ഇത് 30. അപ്പോൾ ഒന്നും കൂടെ, ഇത് 90, 45, 45. ഇത് 90, 60, 30. അപ്പൊ ഈ പറഞ്ഞ 2 സെറ്റ് സ്ക്വയറിൽ ഈ പറയുന്ന മെഷർമെന്റ് ഇല്ല. പക്ഷേ ഒരു 90യും ഒരു 45ഉം ചേർന്നാലോ? ഒരു 90 ഒരു 90യും വെച്ചു, ഒരു 45 വെച്ചു. 90യും 45ഉം കൂടെ എന്തായി? ശ്രദ്ധിച്ച്, 90 ഇങ്ങനെ വയ്ക്കുക, അറേഞ്ച് ചെയ്ത് വെക്കണം.
അപ്പം ഇത് 90, 45, 90 45 കൂടെ ചേർന്ന് എത്രയായി? 135 ആയി. ഇനി അടുത്തത് 15 + 15 30. അപ്പം ഇതില് 30 ഉണ്ട്, ഇതില് 30 ഉണ്ട്. ആംഗിൾ ബി ഇവിടെ 30 വരും. ഇനി എന്ത് ചെയ്താൽ കുട്ടികളെ ഇതിന്റെ ആംഗിൾ ബൈസെക്ടർ വരും, ഇതിന്റെയും ആംഗിൾ ബൈസെക്ടർ വരും. ഈ രണ്ട് ആംഗിൾ ബൈസെക്ടറും കൂടെ ഇവിടെ മീറ്റ് ചെയ്യും. അതിന് സി എന്ന് കൊടുക്കാം. അപ്പം ABC ആണെന്ത്? ഇത് 67.5, ഇത് 50. ഒന്നും കൂടെ AB നമ്മൾ 7 സെന്റിമീറ്ററിൽ വരച്ചു. നമുക്ക് വേണ്ടത് 135 ആണ്. സെറ്റ് സ്ക്വയറേ ഉപയോഗിക്കാവൂ, പ്രൊട്രാക്ടർ ഉപയോഗിച്ചുകൂടാ. അപ്പോൾ സെറ്റ് സ്ക്വയറിൽ നോക്കിയപ്പോൾ 135 കിട്ടാൻ രണ്ടെണ്ണം ചേർത്ത് വെച്ചാലേ പറ്റുള്ളൂ. 90യും 45. 90 ഇങ്ങനെ വെച്ചു, 45 ഇങ്ങനെ വെച്ചാലായത്. ഇങ്ങനെ വെച്ചാൽ വീണ്ടും 90 ആയി പോകും. അപ്പോൾ ഇങ്ങനെ വെക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ വെക്കണം. വെച്ച് കഴിഞ്ഞപ്പം ഇത് 90, ഇത് 45. 90 45 കൂടെ ആയപ്പോൾ 135. 135 വരച്ചു, ഇപ്പുറത്ത് 30 വരച്ചു. അപ്പം 135ന്റെ ഹാഫ് 67.5, 30യുടെ ഹാഫ് 50. അപ്പോൾ നമുക്ക് കിട്ടുന്ന ട്രയാങ്കിൾ ABC. ഈ ട്രയാങ്കിൾ ഒന്ന് ഹാർഡായിട്ട് ഒന്ന് ഡാർക്കായിട്ട് വരച്ചിട്ട് എന്ത് ചെയ്ത് കൊടുക്കുക, ഒന്ന് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റിക്വയർഡ് ട്രയാങ്കിളായി. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ ചാപ്റ്റർ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നമുക്ക് വളരെ പരിമിതമായ സമയം മാത്രമാണ് ഓൺലൈൻ ക്ലാസ്സിന് കിട്ടുന്നത്. ആ പരിമിതമായ സമയത്തിൽ നിന്ന് ടെക്സ്റ്റിന് പുറത്തേക്ക് അധികമായിട്ടൊന്നും പറയാനുള്ള അവസരങ്ങൾ ഇല്ല, സമയമില്ല എന്നുള്ളതാണ് വസ്തുത. നമുക്ക് ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നല്ലതുപോലെ പഠിക്കുക. എല്ലാവർക്കും നല്ല മാർക്ക് വേണം. മാത്സിന് എല്ലാവരും ഫുൾ മാർക്ക് വാങ്ങിക്കണം. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ നിങ്ങളെ പരീക്ഷയ്ക്ക് കിട്ടുന്ന മാർക്ക് ആണ് എൻ്റെ ക്ലാസ് നിങ്ങൾ എങ്ങനെ വിലയിരുത്തി എന്നുള്ളതിൻ്റെ ഇതായിട്ട് നോക്കുന്നത്, ഒരു മീറ്ററായിട്ട് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവ് എന്നാണ് ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും മാർക്കിനെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് എല്ലാവരും നല്ലതുപോലെ പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക. പരീക്ഷയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ. ഞാൻ എൻ്റെ ഇന്നത്തെ ക്ലാസ്, നിങ്ങളുടെ ഈ പാഠത്തിൻ്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വരുന്ന ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു പാഠവുമായി വരാം. എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേര് ബിനു. എല്ലാവർക്കും ഒരു നല്ല ദിവസവും നല്ല പരീക്ഷാ ദിനങ്ങളും ആശംസിക്കുന്നു.